ഇനി പോകുന്നത് ആലുവയിലേക്കാണ്. ആലുവ കുട്ടമശ്ശേരിയിൽ വീടിന് തീ വെക്കാൻ ശ്രമം. കുട്ടമശ്ശേരി സൂര്യാനഗർ സ്വദേശി നാരായണൻകുട്ടിയുടെ വീടിനാണ് തീ വെക്കാൻ ശ്രമം ഉണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. സമീപത്തെ CCTV പരിശോധിച്ചപ്പോൾ ഈ സമയം ഒരാൾ അതുവഴി പോകുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ സംഭവം നടന്ന സമയത്ത് വീടിന് സമീപത്ത് കൂടി ഒരാൾ പോകുന്നതായി CCTVയിൽ കണ്ടെത്തിയിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഇയാൾ ആരാണെന്ന്, അതായത് തീ വെക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തിനാണ് ഈ തീ വെക്കാനുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ വീട്ടുകാരിൽ നിന്നും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വീട്ടുകാരിൽ നിന്നും എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ടോം, ഈ സംഭവം സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്, ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ആൾ ആരാണെന്നും അതിൽ പരിസരവാസികൾക്ക് അറിയാവുന്ന ആളാണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ സംഭവത്തിൽ നിലവിൽ ആരെയും തന്നെ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസ് ഇതുവരെയും വിളിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ദൃശ്യത്തിൽ പതിഞ്ഞ ആളെ സംബന്ധിച്ചാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീടിൻ്റെ വാതിലിന് തീ കത്തുന്നതാണ് അകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന വീട്ടുകാർ കണ്ടത്. വളരെ യാദൃശ്ചികമായി ഇന്നലെ വീട്ടുകാർ എഴുന്നേൽക്കുമ്പോഴാണ് ഈ വാതിക്കലിൽ ചില ശബ്ദങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നത് പോലെ തോന്നിയത്. തീ പടരുന്നത് പോലെ, തീ കത്തുന്ന പോലെ വളരെ അസ്വാഭാവികത അനുഭവപ്പെടുന്നു. അവിടെ നിന്ന് പ്രകാശം കാണുന്നു. തുടർന്നാണ് ഇത് വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ തീ പടരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഇത് വീട്ടിൽ തന്നെ അകത്തുള്ളവർ ഉണരുകയും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുനിന്ന് വരുന്നവർ എല്ലാവരും ഇത് തീ അണയ്ക്കാനെല്ലാം സഹായിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തീ അണയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഒരു ദുരൂഹതയാണ് ഇതിൽ ഇപ്പോഴും തന്നെ ചൂഴ്ന്നു നിൽക്കുന്നത്. എന്ത് കാരണത്തിലാണ് ഇങ്ങനെ ഈ വീടിൻ്റെ വാതിക്കൽ തീയിടുക, വീടിനകത്ത് തീ കൊളുത്താൻ, വീട്ടിൽ തീ പടർത്താൻ തന്നെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ അത്ര കണ്ട് ഇവരോട് ഒരു വൈരാഗ്യം ആർക്കാണുള്ളത്, എന്താണ് ഇത് സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങൾ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. തീർച്ചയായും ഉടമസ്ഥനായ വീട്ടുടമസ്ഥൻ സംശയം ഉന്നയിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ? അതായത് വീട്ടിൽ ആളുള്ള സമയത്താണ് ഈ രീതിയിൽ തീ വെക്കാനുള്ള ശ്രമം ഉണ്ടായത്. ഒരുപക്ഷെ ഇവരുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നോ? തീർച്ചയായും ടോം, കാരണം വീടിനകത്ത് ആളുള്ളപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യം ഒരാൾ ചെയ്യുന്നത്. വീടിന് തീ വയ്ക്കാൻ തന്നെ ശ്രമിക്കുകയാണ്, വീടിൻ്റെ വാതിൽക്കൽ തന്നെ തീ പടർത്തുന്നു. നമുക്കറിയാം, വെറുതെ തീ കത്തിച്ചാൽ അത് ഇത് കത്തില്ല. അതുകൊണ്ട് അതിൽ മറ്റെന്തെങ്കിലും ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ രീതിയിലൊരു ദുരൂഹത സംശയിക്കുന്നുണ്ട്. കാരണം ഇവരോട് ഇത്ര കണ്ട വൈരാഗ്യമുള്ള ഒരു മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊന്നും ചെയ്ത് അകത്ത് കടക്കാനായിട്ട് ആരും തന്നെ ശ്രമിക്കില്ല. അതുകൊണ്ട് ഒരു അപായപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം, അത് അത്ര കണ്ടൊരു വൈരാഗ്യം ആർക്കാണ് ഉണ്ടായിരുന്നത് എന്നത് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൊട്ട അയൽപക്കങ്ങൾ, അവരുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു. അതോടൊപ്പം ഈ നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെയാണ് ഈ വീട്. അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ടുണ്ടായിരുന്നൊരു ബന്ധം, അദ്ദേഹം ഒരു മരക്കച്ചവടക്കാരനാണ്. പുള്ളിക്ക് ബിസിനസ് പരമായ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു ശത്രുതയോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആരെങ്കിലുമായിട്ടുള്ളൊരു ഇടപാടുകൾ, എന്തെങ്കിലും വൈരാഗ്യബുദ്ധി തോന്നേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ ദൃശ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് നീങ്ങുന്നതെങ്കിൽ കൂടിയും അതിന് മുൻപാണോ ഈ തീ പടർന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന് അടുത്തുകൂടി പോയ ആ സമയത്തുണ്ടായിരുന്നൊരു ദൃശ്യമാണ്, CCTV ദൃശ്യമാണ് പോലീസിന് അതിലേക്ക് എത്തിക്കുന്നത്. എങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്ക് നേരത്തെ അതിൽ ഏതെങ്കിലും രീതിയിൽ മറ്റ് അസ്വാഭാവികമായ എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘം അസ്വാഭാവികമായി ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ, തൊട്ട് അടുത്ത വഴികളിലെയും എല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചൊരു ദുരൂഹത ഇന്നത്തേക്ക് തന്നെ നീക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. കാര്യം കൃത്യമായൊരു സൂചനകൾ സംബന്ധിച്ച പോലീസ് ഇതുവരെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയും കൃത്യമായ രീതിയിൽ ആ ഒരു ട്രാക്കിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത്. ടോം, ഡാനി, ഈ CCTVയിൽ ഒരാൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരാൾ അതുവഴി കടന്നു പോകുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ മുഖം വ്യക്തമാണോ?
ഈ പ്രത്യേകിച്ചും ഈ വീട്ടുകാർക്ക് ഇയാളെ തിരിച്ചറിയാനോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും സംശയം അവർക്കുണ്ടോ ഡാനി? ടോം, ഇതിൽ CCTV ദൃശ്യങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ളൊരു ദൃശ്യങ്ങളല്ല, ഒരു അവ്യക്തമായ രീതിയിൽ തന്നെയുള്ളൊരു ദൃശ്യങ്ങൾ, രാത്രിയിലുള്ള ഒരു ദൃശ്യമാണ് പതിഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അതൊരു സാഹചര്യ തെളിവുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു കാര്യം മാത്രമാണ്. ഇതിൽ വീട്ടുകാർക്ക് വലിയ രീതിയിലേക്ക് ഒരു ആളെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നിലവിൽ പോലീസിൽ നിന്ന് അറിയുന്നത് ആ രീതിയിലാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു അനുമാനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു ശ്രമം നടത്തുന്നവർ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇത് തീർത്തും പിടിക്കപ്പെടും എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണത്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്നത് സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത്. കാരണം ഇത് അപായപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു കാര്യം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനൊരു കാരണമുണ്ടായിരിക്കണം. അത് വീട്ടുകാരുമായി വളരെ കൃത്യമായി കണക്ട് ചെയ്യുന്നൊരു കാരണമായിരിക്കണം. അതിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു വൈരാഗ്യം തോന്നുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എങ്കിലത് ആരാണ്, എങ്ങനെയാണ് എന്നത് അന്വേഷിക്കുന്നു. അത് വീട്ടുകാരുമായിട്ടുണ്ടോ അതോ അയൽവാസികളുമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു തർക്കങ്ങൾ നിലവിൽ നിന്നിരുന്നോ, ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിരുന്ന സമീപത്തോ നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം ഇയാളുടെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ഈ അക്രമി സംഘങ്ങൾ നേരത്തെ കഴിഞ്ഞ നാളുകളായി ആലുവയിലും പരിസരത്തെല്ലാം തന്നെ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമുക്കറിയാം ഈ അടുത്തിടെ ഉണ്ടായിരുന്ന അവിടെ പോലീസിൻ്റെ നീക്കങ്ങൾ, റൂറൽ ഏരിയ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം കൊണ്ട് അങ്ങനെയൊരു അക്രമി സംഭവങ്ങൾ, പ്രത്യേകിച്ച് മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമി സംഭവങ്ങൾ, ഇവരെല്ലാം തന്നെ പോലീസിന് കുറേയെങ്കിലും തന്നെ ഒതുക്കി നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതൽ കരുതുന്നത് വീട്ടുകാരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് കേന്ദ്രീകരിച്ചാണ്, ആ ഒരു കാരണം കേന്ദ്രീകരിച്ചാണ് കൂടുതലായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തോടുകൂടി കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ കുട്ടമശ്ശേരിയിൽ വീടിന് തീവയ്ക്കാൻ ഉണ്ടായ ശ്രമത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസും കരുതുന്നത്. കാരണം ഇതുവരെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്.